വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജിജോ, അലീഷ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അത് വിജയിച്ച് അവരുടെ അനുഭവങ്ങളൊക്കെ അറിയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മോട്ടിവേഷനാണ് എന്നതിന് സംശയമൊന്നുമില്ല. 13ാമത്തെ വയസ്സിൽ ബ്ലോഗർക്കുള്ള അവാർഡ് മേടിച്ച ആളാണ് ജിജോ സണ്ണി. ബഹുമാനപ്പെട്ട സദസ്സിലിരിക്കുന്ന വൈദികരെ, പ്രത്യേകിച്ച് സ്നേഹത്തോടെ ആ ഒരു വെൽക്കം തന്ന ബേബി സെബാസ്റ്റ്യൻ, അതുപോലെ ഇവിടെ സ്നേഹത്തോടെ ക്ഷണിച്ച എൻ്റെ ഫാമിലിയിൽ തന്നെയുള്ള ജോസഫ് മുണ്ടയ്ക്കൽ അച്ഛനും ഒത്തിരി നന്ദി പറയുന്നു. ഭയങ്കര ഭംഗിയുള്ളൊരു കോളേജാണ്. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പഠിച്ചത് ലിസ കോളേജ് എന്ന് പറഞ്ഞ വയനാട്ടിലൊരു കോളേജിലായിരുന്നു. ഇതേ ഒരു സെറ്റിംഗ് പോലെ എനിക്ക് എവിടെയും തോന്നിയത്. വളരെ ചെറിയ ഒരു കോളേജായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു കോളേജായിരുന്നു അത്. ഇത് കുറച്ചുകൂടെ വലിയ കോളേജാണ്, എന്നാലും ആ വരുന്ന വഴി ഇതൊക്കെ ഭയങ്കര ഇതുള്ളത്. പണ്ട് ഞാൻ അലീഷനെ വിടാൻ വേണ്ടിയിട്ട് കോളേജിൽ വിടാൻ വേണ്ടി ഒരിക്കൽ അലീഷയുടെ സെയിൻറ്റ് ജോസഫ്സ് കോളേജിലേക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പാലായിൽ. അപ്പോൾ അതെനിക്ക് ഓർമ്മ വന്നത്. ലാസ്റ്റ് ഞാൻ ഇവിടെ വന്നത് ആ സമയത്തായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 10-12 വർഷം മുമ്പായിരുന്നു. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ വളരെ ചുരുക്കി ഇത് പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രാക്റ്റീവ് സെഷനിലേക്ക് പോവാം. ഞാൻ അച്ഛനോട് പറയായിരുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉപകാരമാകാൻ തോന്നുന്നു. എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഈ ഓഗസ്റ്റ് 1 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നമ്മുടെ ചെറിയൊരു സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് ഞങ്ങൾ ഈ വാർത്തയിൽ വന്നതും ഇതൊക്കെ. പക്ഷെ ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയത് ഏകദേശം 10 വർഷം മുമ്പേ ആയിരുന്നു. ഞങ്ങൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നില്ല. അങ്ങനെ ഒരു സംരംഭമല്ല. കാരണം നമുക്കറിയാം, നാട്ടിൽ ഇപ്പോഴും ബാങ്കിങ് ഒക്കെ അഡ്വാൻസ്ഡ് ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോഴും ഓൺലൈനിൽ ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്നത് അല്ലെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ മെച്യൂറായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ <1% ഉള്ളൂ ഇന്ത്യയിൽ. ഇപ്പോൾ ഈ വിവാദമായ ശേഷം ഇന്ത്യയിൽ 3-4 ദിവസത്തേക്ക് നിർത്തലാക്കേണ്ടി വരിക ചെയ്തത്. കാരണം എന്താ വെച്ചാൽ 1-2 പൊളിറ്റീഷ്യൻസൊക്കെ കമൻ്റ് അടിച്ച് ഇത് ദുരുപയോഗം ചെയ്യുമെന്നുള്ളൊരു പേടി കാരണം ഞങ്ങളുടെ റിസ്ക് ടീം നിർത്തിയാണ് ചെയ്തത്. ഇതുകൊണ്ടൊരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടായതല്ല ഇത്. ഏതായാലും മുഖ്യമന്ത്രി വരാമെന്ന് ഏറ്റപ്പം 1 മാസം മുമ്പേ, അതിനു മുമ്പേ ഞാൻ അദ്ദേഹത്തെ ഈ ഐഡിയ അറിയിച്ചപ്പം ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയ കാര്യം, എത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ ആശയം മനസ്സിലായി എന്നുള്ളതാണ്. ഞാനത് പൊളിറ്റിക്കലാക്കുന്നില്ല, പക്ഷേ ഞാൻ വളരെ പ്രൗഡാണ് നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്തെ ഇത്രയും മനസ്സിലാക്കുന്ന, ഇത്രയും വായനാശീലമുള്ള, ഇത്രയും ഗ്ലോബലായിട്ട് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടി എന്നുള്ളത്. ഇതിൽ ആശയം മനസ്സിലാക്കി വരാൻ നേരത്തെ കമ്മിറ്റ് ചെയ്ത ഒരു പരിപാടിക്ക് അദ്ദേഹം വരികയായിരുന്നു. വന്നിട്ട് ഉദ്ഘാടനത്തിന് ശേഷം അത് പ്രളയ സമയത്ത് മുഖ്യമന്ത്രി ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയെന്ന് പറഞ്ഞൊരു തമാശയായിട്ട് മാധ്യമത്തിൽ മൊത്തം വരികയും ഞാൻ തമാശയായിട്ട് എടുത്തത്. പക്ഷെ വീട്ടുകാർക്ക് അത് കുറച്ച് വിഷമവും പേടിയൊക്കെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുകയാണല്ലോ. സഹപ്രവർത്തകർക്കും അതേപോലെ പേടിയും കുറച്ചിതായിരുന്നു. 2-3 ദിവസത്തെ ആ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു തമാശയ ചർച്ചയ്ക്ക് ശേഷം പിന്നീട് അത് പോസിറ്റീവ് ആവുകയും, കാര്യം ആൾക്കാർ നമ്മളെക്കുറിച്ച് അറിഞ്ഞു. ഇതൊന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടല്ല, ആരൊക്കെയോ പറഞ്ഞു നമ്മൾ ബൈമി കോഫി ഇങ്ങനൊരു കാപ്പിക്കടയല്ല. YC എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് Airbnb-നെയും സ്ട്രൈപ്പിനെയും റെഡിറ്റിനെയൊക്കെ ഫണ്ട് ചെയ്ത YC ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഫണ്ട് ചെയ്ത് 2018 ഫണ്ട് ചെയ്ത ഒരു കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ പിന്നെ അഭിമാനത്തോടെ 4-5 ദിവസത്തിന് ശേഷം അത് കറക്റ്റ് ചെയ്തൊരു സ്പീച്ച് നടത്തി. അതും ടീമിന് ഭയങ്കര ഒരു സന്തോഷമുണ്ടാക്കി. ഈ കഥ ഞാൻ പറയാൻ കാരണം, ഇവിടെ കുറേ പേർക്ക് ഇത് അറിയാത്തതുണ്ടാവും. പക്ഷെ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതൊന്നും നമ്മൾ ചെയ്തതിനെയോ നമ്മുടെ സംരംഭത്തെയോ നമ്മുടെ പ്രവൃത്തിയെയോ ബാധിക്കുന്നില്ല. ഇത് പുറത്തുനിന്നുള്ള വീക്ഷണം മാത്രമാണ്. ഒരു കമ്പനി പോപ്പുലർ ആയാലോ, ഒരാൾ പോപ്പുലർ ആയാലോ, ആളെങ്ങനെയാണെന്നുള്ളതൊന്നും മാറില്ല, കമ്പനിയും മാറില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിന് എടുക്കേണ്ടത് ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ളതിനേക്കാളും കൂടുതൽ ഈ സംരംഭത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചോ എടുത്താൽ നല്ലതായിരുന്നു. പണ്ട് റോമൻ രാജാവ് മാർക്കസ് ഓറിയലിയസ് പറഞ്ഞൊരു കാര്യമുണ്ട്,
എന്തുകൊണ്ട് ഫെയിം വേണ്ട എന്നുള്ളത് അദ്ദേഹം എഴുതി വെച്ചതാണ്. അദ്ദേഹത്തിന് ഫെയിം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം രാജാവാണല്ലോ, എല്ലാ കോയിനിലും അദ്ദേഹത്തിന്റെ മുഖമുണ്ട്. അങ്ങ് ബ്രിട്ടൻ മുതൽ സിറിയ വരെയുള്ള ഇതിന്റെ രാജാവാണ്. റോം എന്ന് പറഞ്ഞാൽ അന്ന് അത്രയും ദൈർഘ്യമല്ല വിസ്തീർണമുള്ളൊരു രാജ്യമാണ്. ലോകത്തിന്റെ തന്നെ ഒരു ക്വാർട്ടർ അവരാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ, ഏറ്റവും പവറുള്ള, ഇമാജിൻ ട്രംപ് പ്ലസ് ഇലോൺ മസ്ക് ആലോചിച്ചു നോക്കും. അദ്ദേഹം എഴുതിയിരിക്കുകയാണ് എന്തുകൊണ്ട് ഫെയിം വേണ്ടെന്ന്. അദ്ദേഹം പറയുക, ഒരു റോസാപ്പൂവിനെ നിങ്ങൾ നല്ല മണമുണ്ട് അല്ലെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് റോസാപ്പൂവിന്റെ മണം കൂടുന്നില്ല, അല്ല റോസാപ്പൂവിന്റെ ഭംഗി കൂടുന്നില്ല. അതേപോലെ റോസാപ്പൂവിനെ നിങ്ങൾ മോശമാണോ, ഇത് പോരാന്നോ, എന്ന് കുറച്ച് വാടിയിരിക്കാന്ന് പറഞ്ഞുകൊണ്ടോ അതിന്റെ ഭംഗി അവിടെ കുറയുന്നില്ല. റോസാപ്പൂ അതേപോലെ തന്നെ ഇരിക്കുക. നമ്മുടെ വിശേഷണങ്ങളും ഇതും നമ്മളെയും നമ്മുടെ സംരംഭത്തെയും ശരിക്കും പുറത്തുനിന്നുള്ള കാഴ്ചപ്പാടാണ്, അത് മാറ്റുന്നില്ല. അപ്പം ബൈ മീ കോഫി എന്നുള്ളത് ചെറിയൊരു സംരംഭമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഇന്റേണലി ഭയങ്കര പ്രൈവറ്റായിട്ട് വെച്ച ഒരു കാര്യം. എല്ലാവരും അറിയാൻ പറ്റിയ സന്തോഷം ഉണ്ടെന്നിരിക്കെ തന്നെ അതായിരിക്കരുത് ഇതിൽ നിന്ന് എടുക്കുന്ന പാഠം എന്നാണ് എനിക്കിവിടെ സംരംഭകരായിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്. പണിയെടുക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് കാര്യം. ആ പണിയെടുത്ത് ഒരു സംരംഭം തുടങ്ങുക, അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതും, തുടങ്ങാൻ കാണിക്കുന്ന മനസ്സും, പിന്നീട് കുറേ തോൽവികൾ ഉണ്ടാകുമ്പോഴും നിർത്താണ്ട് അടുത്തൊരു കാര്യം ചെയ്യുക എന്നുള്ളതും, ഇതൊക്കെ ആയിരിക്കണം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റിയ ഒരു പാഠം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അലീഷയോടൊപ്പം തന്നെ ഒരു 4 കാര്യങ്ങൾ ചെയ്തിട്ട് തോൽച്ചിട്ടുണ്ട്. ബൈ മീ കോഫി ഇതിലൊരു എക്സെപ്ഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് 4 എന്നല്ല, എനിക്ക് തോന്നുന്നു 5-6 ഉണ്ട്. അതിൽ 2-3 ആരും കേട്ടിട്ടുണ്ടാവില്ല. 3-4 ഞങ്ങൾ പബ്ലിക്കായി പറഞ്ഞു തോറ്റിട്ടുണ്ട്. ടെക് ക്രഞ്ച് എന്ന് പറഞ്ഞ ടെക് മാഗസീനിലൊക്കെ ന്യൂസൊക്കെ വന്ന് ഞങ്ങളെക്കുറിച്ച് ഫോട്ടോ ഒക്കെ വെച്ച് 4 പേര് തുടങ്ങി എന്ന് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, brew.com എന്ന് പറഞ്ഞിട്ട്. brew.com എന്ത് നല്ല പേരാലോചിച്ചൊക്കെ, എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സിലിക്കൺ വാലിയിൽ നിന്ന് ഫണ്ടിങ് ഉണ്ടായിരുന്നു. ഇത് 2019 ബൈ മീ കോഫി ഉള്ള സമയത്ത് തന്നെ. കാര്യം ബൈ മീ കോഫി അധികം വരുമാനമൊന്നും ഉണ്ടാക്കുന്നില്ല. നേരത്തെ മോളി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒരു കോവിഡ് വേണ്ടി വന്നു ബൈ മീ കോഫി ആൾക്കാർക്ക് ഉപകാരപ്രദമാണെന്നും ഒക്കെ മനസ്സിലാക്കി ഒരു സാലറി കൊടുക്കാനുള്ള കാശ് ഉണ്ടാക്കാൻ വേണ്ടി. അതിനു മുമ്പേ ബ്രൂ എന്ന് പറഞ്ഞൊരു ഇത് വളരെ ഹൈപ്പ് ചെയ്ത്, അവിടെയും ഫെയിം ഒരു ഭാഗം പ്ലേ ചെയ്യാം. പക്ഷെ ഫണ്ടമെന്റൽ ഇല്ലെങ്കിൽ ഒരു സംരംഭത്തിനും നിലനിൽക്കാൻ പറ്റില്ല. അപ്പം അത് 6 മാസം ഞങ്ങൾ വളരെ പോപ്പുലറാക്കി. എനിക്ക് വന്ന് മലയാള മനോരമയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബ്രൂ പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നും പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. 6 മാസത്തേക്ക് പൂട്ടേണ്ടി വന്നു. ആൾക്കാർക്ക് അത്ഭുതമായിരുന്നു. പക്ഷെ ഞങ്ങൾ സ്വിച്ച് ഇട്ട പോലെ നിർത്തേണ്ടി വന്നു. നിർത്തി. വളരെ നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലായിരുന്നു ഒരു നിമിഷം പോലും ഒരു കാര്യം നടക്കില്ല എന്ന് അറിഞ്ഞിട്ട് അതിൽ വർക്ക് ചെയ്യുന്നത് വിഡ്ഢിത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ടീമിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല നമുക്കുണ്ട്, നിർത്തുക എന്നുള്ളത്. ഞാനിവിടെ തോൽവികളുടെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ മിക്കവാറും നിങ്ങളൊക്കെ ആദ്യം നേരിടുന്ന വിജയമായിരിക്കില്ല, തോൽവികളായിരിക്കും. 1-2 പ്രാവശ്യമായിരിക്കില്ല, അത് കൂടുതൽ ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് സംരംഭങ്ങളൊക്കെ ആകുമ്പോൾ. ഞാൻ ഈ സംരംഭം എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിനെ അല്ല ഉദ്ദേശിക്കുന്നതോടെ പറയട്ടെ. ബൈ മീ കോഫി എന്നുള്ള പ്രൊഡക്റ്റിന്റെ മീനിങ് തന്നെ ക്രിയേറ്റർമാർക്കുള്ള ക്രിയേറ്റീവായിട്ട് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു പരിപാടിയാണ് ബൈ മീ കോഫി. ഈ ക്രിയേറ്റർമാർ എന്ന് പറയുന്നത് പോഡ്കാസ്റ്റേഴ്സ് ആവാം, യൂട്യൂബേഴ്സ് ആവാം, എംബ്രോയിഡറി ആർട്ടിസ്റ്റ് ആവാം, വുഡ് വർക്കിംഗ് ആൾക്കാരാവും, മരപ്പണിക്കാർ. UK ഒരു മരപ്പണിക്കാരൻ ആ മരപ്പണിയിൽ നിന്ന് കിട്ടുന്ന കാശിനേക്കാൾ കൂടുതൽ ബൈ മീ കോഫിയിൽ ആ മരപ്പണിയുടെ PDF വിറ്റുണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതൊക്കെ ഒരു സംരംഭമാണ്. ഒറ്റയ്ക്ക് എന്ത് ചെയ്ത് അതിൽ നിന്നൊരു നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ചെയ്താലൊക്കെ എന്നിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക, 4-5 പേർക്ക് തൊഴിലവസരം കൊടുക്കുക, ഇതൊക്കെ ഒരു സംരംഭമാണ്. ഒന്നും വലുതും ചെറുതും ഒരു വ്യത്യാസവുമില്ല, എല്ലാം മഹത്തായ സംരംഭങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ പറയുന്നത് ആദ്യത്തെ 3-4 സംരംഭങ്ങൾ എപ്പോഴും തോൽവിയായിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ. നിങ്ങൾ എന്ത് ചെയ്താലും ആദ്യം തോക്കും. ചുമ്മാ പെട്ടെന്ന് ചെയ്തു നോക്കാമല്ലോ, എന്തായാലും തോക്കും. നമ്മളാരും ഇലോൺ മസ്ക് വരെ ആദ്യത്തെ 4-5 തോറ്റു. അപ്പോൾ ധൈര്യമായിട്ട് തുടങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റലുകൾ ആലോചിക്കുക. അതായത് ലാഭം ഇല്ലാതെ കടമെടുത്തും ബുദ്ധിമുട്ടിയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ലാഭം ഇല്ലെങ്കിൽ നിർത്തുക. ലാഭം ഉണ്ടാവുന്ന എങ്ങനെയാണ്? ഒരാൾ നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് വില കൽപ്പിച്ച് ആ കാശ് നമുക്ക് തന്ന് എന്നാലേ ലാഭം ഉണ്ടാവുള്ളൂ. ഒരു വിലയുള്ള ഒരു കാര്യം മാർക്കറ്റ് പ്ലേസിൽ ഓഫർ ചെയ്യുമ്പോഴാണ് ലാഭം ഉണ്ടാവുന്നത്. അതില്ലെങ്കിൽ നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം.
നമ്മൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ഇത്ര ലൈക്ക് കിട്ടി, ഷെയർ കിട്ടി, അല്ലെ ഇത്ര പേര് അറിഞ്ഞു, ഇത്ര ഫേമസ് ആയി, അതുകൊണ്ട് സംരംഭം വിജയകരമായെന്ന് വിചാരിക്കരുത്. അത് സ്വയം പറ്റിക്കുകയാണ്. അപ്പം ഏതായാലും ഈ സംസാരത്തിന് എടുക്കുന്ന ഒരേ ഒരു പാഠമുണ്ടെങ്കിൽ കുറേ തോൽവികൾക്ക് തയ്യാറായിട്ട് മുമ്പോട്ട് പോകുക. അത് നല്ലൊരു കാര്യമാണെന്നും കുറേ പഠിക്കാനുണ്ടെന്നും, എന്നിട്ട് വല്ലപ്പോഴും സംഭവിക്കുന്ന ആ ഒരു വിജയം, ആ വിജയത്തിന് കുറേ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുക, അതെ നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇൻറ്റഗ്രിറ്റിയോടെ, ഹൈ ഇൻറ്റഗ്രിറ്റി. നമ്മുടെ ടീമിൽ ഹയർ ചെയ്യുമ്പോൾ ഞാൻ ടീമിന് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: സ്കില്ല് നമുക്ക് ആൾക്കാരെ പഠിപ്പിച്ചെടുക്കാം, ഇൻറ്റഗ്രിറ്റി പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, അതേപോലെ ക്രിയേറ്റിവിറ്റി പഠിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോൾ ഡിസൈനേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഫിഗ്മ എന്ന് പറഞ്ഞ ടൂളാണ് ഡിസൈൻ ചെയ്യുന്നത്. ഫിഗ്മ നമുക്ക് ടീമിൽ ചേർന്നിട്ട് പഠിപ്പിച്ചെടുക്കാം, ഒരാഴ്ച എടുക്കുകയുള്ളൂ. പക്ഷേ ക്രിയേറ്റിവിറ്റി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ബോളിൽ പെയിന്റ് ചെയ്യുന്ന കലാകാരന്മാരെ, ഓയിൽ പെയിന്റ് ചെയ്ത കലാകാരന്മാരെ നമുക്ക് ഹയർ ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമ്മുടെ ടീമിൽ എത്തിയിട്ട് നമുക്ക് ഫിഗ്മയൊക്കെ പഠിപ്പിച്ച് സ്കില്ല് പഠിപ്പിക്കാം. അപ്പോൾ ക്രിയാത്മകതയ്ക്കും അതേപോലെ ഇൻറ്റഗ്രിറ്റിക്കും ഒക്കെ വില കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പോകാനാവട്ടെ. അതേപോലെ ഒരു കാര്യം റിമൈൻഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് എന്തുമാവാൻ പറ്റും നമുക്ക് ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ 20-ാം വയസ്സിൽ UK പോയപ്പോൾ ഞാൻ നല്ലപോലെ ഇംഗ്ലീഷ് പറയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ കുറേ പേര് പറഞ്ഞു ഞാൻ ഫേക്ക് ആക്സെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. 20 വയസ്സിൽ മാറിയപ്പോൾ ഞാൻ ഫേക്ക് ചെയ്തോ റിയൽ ആയതൊന്നും ആയിരുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് പറയാൻ പഠിക്കുമായിരുന്നു. ഞാൻ അവിടെ സംസാരിക്കുന്ന ആൾക്കാരെ പോലെ ഇംഗ്ലീഷ് പറയാൻ പഠിക്കുന്നു. പക്ഷേ അപ്പോൾ എന്നിട്ട് ഞാനത് പഠിച്ച് പതുക്കെ യൂട്യൂബ് വീഡിയോ ഇട്ട് ഞാനതങ്ങനെ, അത് ബൈ മീ ഓഫിൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത്, നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് കൂടുതൽ നമ്മുടെ വഴി നിൽക്കുക. അവർക്കേ നമ്മുടെ വഴി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ ടീച്ചർമാരൊക്കെ ആയിരിക്കാം, നമ്മളെ സഹായിക്കുക, നമ്മൾ ഏറ്റവും സ്നേഹമുള്ളവരായിരിക്കും. നമ്മളോട് സ്നേഹത്തോടെ അത് വേണ്ട മോനെന്നോ അല്ലെ ഇത് ചെയ്യേണ്ട മോനെന്നോ പറയാം. അപ്പോൾ നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ശരിയാണെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിൽക്കാനുള്ളൊരു പാഠം. കാര്യം ബൈ ഡെഫിനേഷൻ ഓൺട്രപ്രണർഷിപ്പ് കോൺട്രേറിയൻ ആണ്. അത് മിക്കവരും ചിന്തിക്കാത്തതോ അല്ല ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഒരു സംരംഭം യുണീക്കായി സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ 10 പേരോട് പറയുമ്പോൾ 9 പേര് ഐഡിയ മോശമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തരുത്. നിങ്ങൾക്ക് യുക്തിക്ക് ചേരുന്നതാണ്, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങളുടെ വളരെ യുണീക്കായിട്ടുള്ള സെറ്റ് ഓഫ് സ്കിൽസിൽ ഇത് അലൈൻഡ് ആണെങ്കിൽ ചെയ്തു നോക്കുക. വർക്ക് ചെയ്തില്ലെങ്കിലും സത്യസന്ധത പാലിക്കുക, സ്വയം നിങ്ങളോട് തന്നെ സത്യസന്ധത പാലിച്ച് നിർത്തുക, അടുത്ത കാര്യം നോക്കുക എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത്. വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും എന്തും ആവാമെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കെല്ലാവർക്കും ലോകത്ത് എന്ത് വേണം ഉണ്ടാക്കും. ഇപ്പോൾ ഞാനും അലീഷയും ഞങ്ങളുടെ ജൂഡിനെ, ഞങ്ങളുടെ 2 വയസ്സുള്ള കൊച്ചിനെ ഉറക്കാൻ ഉപയോഗിക്കുന്ന ക്രിബ് ബാംഗ്ലൂരുള്ള ഒരു കപ്പിൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ വേൾഡ് ഫേമസ് ആയിട്ട് ഏറ്റവും കൂടുതൽ കൊച്ചുങ്ങളെ ഉറക്കാനുള്ള ഉപയോഗിക്കുന്ന ക്രിബ് അതാ. എന്നുവെച്ചാൽ കൊച്ചു രാത്രി എണീറ്റ് കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ ആട്ടും, ചെറിയൊരു ഒച്ച ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ ആമസോണിൽ നിന്ന് ഒച്ച ഉണ്ടാക്കി വെക്കലും അല്ലേ, നമ്മൾ 2 പ്രാവശ്യം എണീക്കലൊന്നും പകരം അതിരുന്ന് പതുക്കെ ചെയ്യും. ചിലർക്ക് ഇത് കേൾക്കുന്നവർക്ക് ഇഷ്ടാവില്ല, പക്ഷേ കൊച്ചിന് ഉറക്കമാണ് കിട്ടുന്നത്, അമ്മയ്ക്കും. എനിവേ, ഇത് വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് മാത്രമല്ല, ChatGPTയുടെ ഫൗണ്ടർ അവരെ കുറിച്ച് മെൻഷൻ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇതായി ഞങ്ങൾ വാങ്ങിച്ചു, കുറേ ഇപ്പോൾ വളരെ ഇതായി. അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ഇന്ത്യക്കാർ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു ചീത്തപ്പേര് നമ്മുടെ രാജ്യത്തിന് ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു, ഇപ്പം മാറുകയാണ്. നമ്മളെല്ലാവരും ഇനി ഗ്ലോബലായി ചിന്തിച്ച് വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ഉണ്ടാകാൻ പറ്റട്ടെ. ഞാൻ സ്നേഹത്തോടെ എൻ്റെ co-founder / വൈഫ് അലീഷനെ കൂടെ ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെ കോഴിക്കോട് ഒരു സിറ്റിയിലായിരുന്നു താമസിച്ചത്. അപ്പം ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മിയോട് പറഞ്ഞു, അമ്മ എനിക്ക് പക്ഷെ റബ്ബർ തോട്ടവും പുഴയും പ്രകൃതിയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയി പഠിച്ചാൽ മതി, എനിക്ക് ഈ സിറ്റിയൊക്കെ കണ്ടു മടുത്തു. അങ്ങനെ മമ്മി ഇങ്ങനെ അന്വേഷിച്ചപ്പം പാലായിൽ കുറേ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ഏറ്റവും നിനക്ക് ഈ റബ്ബർ തോട്ടവും പുഴയും അങ്ങനത്തെ പ്രകൃതിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം അതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചൂണ്ടച്ചോരി കോളേജിൽ വന്നതും അവിടുത്തെ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്തതും ഒക്കെ. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും തുടക്കം. എന്നാൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു വെച്ചാൽ എനിക്ക് 3rd ഇയർ എനിക്ക് തോന്നുന്ന കുറേ പ്ലേസ്മെൻ്റ് ഒക്കെ വന്നപ്പം എനിക്കൊരു
ഇതും ഇല്ലായിരുന്നു, എൻ്റെ സ്ട്രീം മാറാനോ സിവിൽ എഞ്ചിനീയർ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇൻഫോസിസും അങ്ങനത്തെ കുറേ കമ്പനിയൊക്കെ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഇങ്ങനൊരു ചാഞ്ചാട്ടം, നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെയാണ് ഇൻഫോസിസിലെ പ്ലേസ്മെൻറ്റ് അക്സെപ്റ്റ് ആവുന്നതും എൻ്റെ സ്ട്രീം മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നതും IT യിലേക്ക് കടന്നു ചെല്ലുന്നതും ഒക്കെ അവിടെ നിന്നായിരുന്നു. എനിക്ക് 2010 തൊട്ട്, അതായത് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ തൊട്ട് ജിജോനെ അറിയാം. ഞങ്ങൾ ഒരേ പള്ളിയിലായിരുന്നു. ഞാനിങ്ങനെ 2018 തോന്നുന്നു ഇൻഫോസിസിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജിജോൻ്റെ ഒരു കോള് വരുമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ അമേരിക്കയിലൊരു Y കോമ്പിനേറ്റർ എന്ന് പറഞ്ഞൊരു ആക്സിലേറ്ററിലുണ്ട്, സ്റ്റാർട്ടപ്പുകളെ ഫണ്ട് ചെയ്യുന്നതാണ്. അവിടെ ഒരു ടെക്നിക്കൽ ഫൗണ്ടറിൻ്റെ ആവശ്യമുണ്ട്, വരുന്നുണ്ടെന്ന് ചോദിച്ചു. വളരെ ചെറിയൊരു ഐഡിയ ആയിരുന്നു, ഇതൊരു ഐഡിയ ആയിട്ട് ഡെവലപ്പായിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളവിടെ ഇൻ്റർവ്യൂവിന് പോയി. നമ്മളവിടെ അവർ റിജക്റ്റ് ചെയ്തു. ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് പാസ്സാവാൻ പറ്റിയില്ല. പിന്നെ ജിജോ അങ്ങനെ പെട്ടെന്ന് ഫെയിലിയേഴ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് തന്നെ വലിയൊരു ഇമെയിൽ അവർക്ക് അയക്കുകയായിരുന്നു. അവരോട് പറഞ്ഞു, ഇതാണ് ബൈ മി എ കോഫി, ഇതാണ് ഇതിൻ്റെ പോസിബിലിറ്റി. പിന്നെ ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ബ്രൂ എന്നൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതാണ് അതിൻ്റെ ഐഡിയാസ്. ഇതുവരെ അവർ ചെയ്തിട്ടില്ല, പക്ഷേ അവരൊന്നും കൂടെ ഇൻ്റർവ്യൂവിനെ വിളിച്ചു. അതിൽ ജിജുവായിട്ട് കുറേ സംസാരിച്ചു. അവരങ്ങനെ ആദ്യമായിട്ട്, ഞങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് രണ്ടാമത് ഇൻ്റർവ്യൂ ചെയ്ത് ഒരു കമ്പനീനെ എടുത്തതാണ്. അതാണ് ബൈ മി എ കോഫി. യു മെയ്ഡ് എ മിസ്റ്റേക്ക് എന്നായിരുന്നു ആ സബ്ജക്റ്റ് ലൈന്. അതിനകത്ത് കുറേ അത് പറയുമ്പോൾ തന്നെ ഞാൻ ഇപ്പം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ഇമെയിൽ കാണുമ്പം ഇത് ഫുൾ ഇൻസൾട്ട് ആണോ എന്ന് വിചാരിക്കും. അതുപോലെയായിരുന്നു ജിജു അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു ചാൻസും ഇല്ലായിരുന്നു അവർ തിരിച്ച് ഇൻ്റർവ്യൂവിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അവരത് ആക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ അങ്ങനെയാണ് Y കോമ്പിനേറ്റർ എന്ന് പറഞ്ഞ ആക്സിലേറ്ററിന് കയറിയത്. അന്നേരം ജിജു എന്നോട് ചോദിച്ചു, എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാം, ഒന്നെങ്കിൽ നിനക്ക് ഇൻഫോസിസ് ജോബ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം ക്വിറ്റ് ചെയ്തിട്ട് ഇതുവരെ കേൾക്കാത്ത ഒരു ഐഡിയയുടെ കൂടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ഇൻഫോസിസിൽ ജോലി ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡായിരുന്നു. എനിക്ക് മാസം 1-ാം തീയതി ആകുമ്പം എൻ്റെ അക്കൗണ്ടിൽ ശമ്പളം വരും. എനിക്ക് ഒന്നിനെ പറ്റി വെറി വേണ്ട, ഒരു അൺസർട്ടനിറ്റി ഇല്ല. എൻ്റെ പാത്ത് ഭയങ്കര സ്ട്രെയിറ്റ് ആയിരുന്നു. പക്ഷേ റിസ്ക് എടുക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അപ്പം എൻ്റെ മമ്മി ഇവിടെ ഉണ്ടായിരുന്നു. മമ്മിക്ക് അറിയാം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാണ് ഇൻഫോസിസിൽ. കാരണം എല്ലാ ദിവസവും എക്സാമൊക്കെ എഴുതി അങ്ങനെ കിട്ടിയ ജോലിയാണ് അത്. ഞാൻ ജോലി ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു ഞാനിങ്ങനെ പോവാ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഞാനത് ക്വിറ്റ് ചെയ്തു എന്നുള്ളത്. ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ 2 വർഷത്തോളം ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വരുമാനമേ ഇല്ലായിരുന്നു. ഞങ്ങൾ ആരും സാലറി തന്നെ എടുത്തിട്ടില്ല. ഒരു പൈസ പോലും നമ്മൾ സാലറി ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ബൈ മി എ കോഫി. 2019-20 കാലഘട്ടത്തിൽ കോവിഡ് സമയം വന്നു. നമുക്കൊന്ന് അതിനകത്ത് നിന്ന് റവന്യൂ കിട്ടാൻ തന്നെ. അപ്പം എൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ റിസൾട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നെങ്കിലും ഒരിക്കലും ബൈ മി എ കോഫി അവിടെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹത്തിന് പുറമെ എപ്പോഴെങ്കിലും ഇത് സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിച്ച് തന്നെ ഉണ്ടാക്കിയോണ്ട് കോവിഡ് സമയത്ത് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി നഷ്ടപ്പെട്ട ഒരു സമയത്ത്, അവർക്ക് വരുമാന മാർഗം ഇല്ലാത്ത സമയത്ത്, ബാക്കി അവരിഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് അവർക്ക് പൈസ കിട്ടാൻ ഒരു വെബ്സൈറ്റും ഒരു സൗകര്യം വേണമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ 4 വർഷം മുന്നേ ഉണ്ടാക്കി വെച്ച ബൈ മി എ കോഫി അവിടെ ഉള്ളതുകൊണ്ട് അവർക്കത് ഉപയോഗിക്കാനും പറ്റി, ഞങ്ങൾക്ക് അതിനകത്തു നിന്നൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റി. അപ്പം എൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം ഇമ്മീഡിയറ്റ്ലി സക്സസ്ഫുൾ ആവും, അതിനകത്ത് നിന്ന് അപ്പം തന്നെ ഒരു വരുമാനം കിട്ടും, ഇത് ഫെയിലിയർ ആവൂല എന്ന് വിചാരിച്ച് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ മോട്ടിവേഷനും നമ്മുടെ ആഗ്രഹങ്ങളാണ് നഷ്ടപ്പെടുന്നത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ആർക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ ഉപകാരപ്പെടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അതിൽ വർക്ക് ചെയ്തു, നമ്മൾ അതിൻ്റെ റിസൾട്ട് ഒപ്റ്റിമൈസ് ചെയ്യാതെ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാനൊരു
കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒന്ന് കരിയേഴ്സ് ഭയങ്കര ഡിഫൈൻഡ് ആയിരുന്നു. അതായത് ഒന്നെങ്കിൽ എൻജിനീയറിങ്, അല്ലെ ഡോക്ടർ, അല്ലെ CA, ഇത്രയേ ഉള്ളായിരുന്നു ജോലി. ഇന്ന് ഞാൻ കേട്ടിട്ട് കൂടെ ഇല്ലാത്ത കുറേ ജോലികൾ വരുന്നുണ്ട്. പേര് പോലും കേട്ടാൽ മനസ്സിലാവില്ല എന്താ ജോലിയെന്ന്. അപ്പം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എന്തും ഒരു 20 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു ലാപ്ടോപ്പ് കയ്യിൽ, ഒരു ഇൻ്റർനെറ്റ് ആക്സസും ഉണ്ടെങ്കിലും അവർക്ക് എന്തും ചെയ്യാനൊരു പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും 5 മിനിറ്റ് കൊണ്ട് നല്ലൊരു മ്യൂസിക് ഉണ്ടാക്കാം. നല്ല ചിത്രം വരയ്ക്കുന്ന ആളാണെങ്കിൽ നല്ലൊരു പടം വരയ്ക്കാൻ പറ്റും. കോഡിങ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ അരമണിക്കൂറിന് വേണേൽ ഒരു ആപ്പ് ഫുള്ളും ഉണ്ടാക്കാൻ പറ്റും. പണ്ട് ഉണ്ടായിരുന്ന പോലെ അല്ല, ഇപ്പം എല്ലാത്തിനും സൗകര്യമുണ്ട്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഡൗൺ സൈഡും. എല്ലാവർക്കും ഉള്ള ആക്സസ് സെയിമാണ്. ഇപ്പം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കും നിങ്ങൾക്ക് ഒരേ ആക്സസ്സാണ്, ഒരേ ഇൻ്റർനെറ്റാണ്. എല്ലാം ഒരേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് എനിക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്ത് ഞാനതിലേക്ക് വർക്ക് ചെയ്തിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെ അത് ചെയ്യാം. പക്ഷെ ഇന്ന് ആക്സസ് സെയിം. അതുകൊണ്ട് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ വിൻ ചെയ്യുന്നത് നമ്മുടെ റിസോഴ്സസുകളല്ല, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പം നമ്മൾ ബൈമേക്കോഫിലേക്ക് ഹയർ ചെയ്യുമ്പം ഒരിക്കലും ഇതുവരെ ആരോടും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. നമ്മൾ അവരുടെ എത്ര പെർസെൻറ്റേജ് അവർ പാസ് ഔട്ട് ആകുമ്പം അങ്ങനെ ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മൾ ചോദിക്കുന്ന അവർ വർക്ക് ചെയ്ത പ്രൊജക്റ്റുകൾ കാണിക്കാനാണ്. അതിലെത്ര ക്രിയേറ്റിവിറ്റി ഉണ്ട്, അതിലെത്ര അവർക്ക് ആ ഒരു ജോബിലേക്ക് എത്ര ആഗ്രഹമുണ്ട്, അത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ആഗ്രഹങ്ങളുമാണ് ഇനിയുള്ള കാലം ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഈ ജിജു നേരത്തെ പറഞ്ഞ പോലെ എന്നോടും പുറത്തു പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, എങ്ങനെയാണ് ബൈമേക്കോഫി പോലുള്ള ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ കേരളത്തിലല്ലേ, ഇപ്പം UK-യിലും അമേരിക്കയിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക? അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ. ജിജു എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡാണ്, എല്ലാവർക്കും ആക്സസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ കേരളത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ പാലായിലുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. മറ്റേത് എളുപ്പമാണ്, വേൾഡിൽ എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കാനാണ് എളുപ്പം. അപ്പം നേരത്തെ പറഞ്ഞ ക്രാഡൽ ബസ് നല്ലൊരു എക്സാമ്പിൾ. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടുകാരുണ്ടാക്കിയിട്ട് വേൾഡിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് വളരെ കുറവാണ്. നമ്മുടെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട്, ദ കോവനന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്, മലയാളിയായ ഡോക്ടർ അബ്രഹാം വർഗീസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ എഴുതിയതാണ്. നമ്മുടെ നാട്ടിലെ കഥയാണ് അതിനകത്ത് പറയുന്നത്. നമ്മുടെ നാട്ടുമ്പുറത്തെ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. പക്ഷെ അതിപ്പോൾ വേൾഡ്സ് ലീഡിങ് ബുക്കാണ്. അതുപോലെ പുള്ളി വിചാരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി എഴുതിയിരുന്നെങ്കിൽ ഒരിക്കലും സക്സസ്ഫുൾ ആകും. അതൊരു വേൾഡിന് വേണ്ടി തന്നെ അയാൾ എഴുതിയതായിരുന്നു അത്. വേറൊരു കാര്യം പറയാനുള്ളത്, പണ്ടൊക്കെ നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം അങ്ങനെയൊക്കെ ആലോചിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് AI-യും എല്ലാം ഉള്ള സമയത്ത് നമുക്കൊരിക്കലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നിനും വേണ്ടിയിട്ട്. അതായത് ഇന്ന് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനൊക്കെ പണ്ട് വിഷയം കോളേജ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് എന്താ ചെയ്യേണ്ടത്. എനിക്കൊന്ന് അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും എൻജിനീയറിങ് കഴിഞ്ഞിട്ടാണ് ഫിഗർ ഔട്ട് ചെയ്യുക നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനങ്ങനെയായിരുന്നു, എൻജിനീയറിങ് 4 വർഷം കഴിഞ്ഞിട്ട് എന്നിട്ട് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, ഇപ്പോൾ ചെയ്യാം, ഇപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യാം. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. Thank you so much for giving me the opportunity to speak. Thank you.